ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ലാസ്റ്റ് പോലെ തന്നെ ഡിവിഷൻ മാച്ച് കളിക്കാൻ പോവാണ്. പുതിയ അക്കൗണ്ട് വാങ്ങിച്ചായിരുന്നു, എക്സ്ചേഞ്ച് ചെയ്ത് വാങ്ങിച്ചു, മറ്റേ അക്കൗണ്ട് കൊടുത്ത്. അപ്പോൾ നല്ലൊരു പ്ലെയറാണെന്ന് തോന്നുന്നു. അത്യാവശ്യം റാങ്ക് ഉണ്ട്. ഡിവിഷൻ 3 എത്തി. അപ്പോൾ നല്ല കളി കളിച്ചിട്ടില്ല ഡിവിഷൻ 3 എത്തുന്നത്. പുതിയ അക്കൗണ്ട് വാങ്ങിച്ചിട്ട് ഡെൽപിയറോ ഉണ്ട്, ലൗട്ടാറോ ഉണ്ട്. ഡെൽപിയറോ ബ്ലിസ് കർലറും, ലൗട്ടാറോ ഷോർട്ട് ടൈം കാർഡുമാണ്. ലൗട്ടാറോ മാർട്ടിനസ് കൊള്ളാൻ നല്ല കളി കളിക്കുന്നുണ്ട്. അപ്പോൾ കിക്ക് ഓഫ് ചെയ്യാൻ പോവാണ്. മടയിലാണ് ഫസ്റ്റ് ഹാഫ് അവന്മാർക്ക് കൊടുത്ത്. കുഴപ്പമില്ല, നമുക്ക് സെക്കൻഡ് ഹാഫിനോടെ നമുക്ക് താല്പര്യമില്ല. ലൗട്ടാറോ, ഹവാർട്സ്, മെസ്സി തുടക്കം തന്നെ നല്ലൊരു കളി കളിക്കുന്നത്. ലൗട്ടാറോ മിസ് ചെയ്ത് നമ്മുടെ പ്ലേ സ്റ്റൈൽ ഇതാണല്ലോ, ത്രൂ ബോൾ വെച്ചാണല്ലോ നമ്മൾ കളിക്കുന്നത്. മെസ്സി തുടക്കം തന്നെ അവന് 1v1 ചാൻസാണ് കൊടുക്കുന്നത്. സേവ് ചെയ്യുന്നുണ്ട് അലിസൺ ബക്കർ. സ്റ്റാൻഡേർഡ് കാർഡാണ്, പക്ഷെ നല്ല കളി കളിക്കുന്നുണ്ട്. അലിസൺ 2 വട്ടമാണ് സേവ് ചെയ്തേക്കണം 6-ാം മിനിറ്റിൽ തന്നെ. കൊള്ളാം അലിസൺ ബക്കർ. അപ്പോൾ എൻ്റെ റൂബൻ നാസ്, നല്ല പ്ലെയേഴ്സ് ഉണ്ട് അവൻ്റെ കയ്യിൽ തന്നെ. നമുക്ക് ഈ 2 പ്ലെയേഴ്സാണുള്ളൂ, പിന്നെ ബാക്കിയെല്ലാം സ്റ്റാൻഡേർഡ് കാർഡ് അങ്ങനെയുള്ള പ്ലെയേഴ്സാണ്. ഡിബ്രൂവിനെ കഴിഞ്ഞ ദിവസം കിട്ടി. പിന്നെ കോച്ചിന് ഒരാളെ വാങ്ങിക്കണം. സാബി പോയി. സാബി ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. സാബി നല്ല ക്വിക്ക് കൗണ്ടർ തന്നെ, ആക്സിലറേഷൻ കൂടുതൽ കിട്ടുമായിരുന്നല്ല. ഈ പുതിയ കോച്ചിന് ഇതാണ് കിക്കിംഗ് പവറാണ്. കിക്കിംഗ് പവർ ഈ ഡെൽപിയറൊക്കെ ഒന്നുകൂടെ കിക്കിംഗ് പവർ വന്നാൽ സെറ്റാവും. ഒരെണ്ണം കൂടെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊളിക്കും. അല്ലാണ്ട് തന്നെ കർലർ തന്നെ നല്ല രസമുണ്ട്, വളഞ്ഞിറങ്ങണം. 2-3 ഷോർട്സ് ഞാൻ അപ്ലോഡ് ചെയ്യാനുണ്ട്, 2 കിട്ടിയിട്ടുണ്ട്. ഡെൽപിയറോ കുഴപ്പമില്ല, അത്യാവശ്യം ത്രൂ ഇട്ടും കളിക്കാൻ പറ്റും. ഡിബ്രൂവിന്, അർണോൾഡ് സ്റ്റാൻഡേർഡ് ആടാ. മറ്റേ ഇതുപോലെ പുതിയ സ്കില്ല് വന്നിട്ടുണ്ടായിരുന്നല്ലോ, എഡ്ജഡ് ക്രോസിങ്. അർണോൾഡിൻ്റെ സ്കില്ലില്ലാണ്ട് തന്നെ എഡ്ജഡ് ക്രോസ് ആയിട്ട് എനിക്ക് തോന്നുന്നത്. മെസ്സിയുടെ ഷോട്ട് കൊള്ളായിരുന്നു. 2 പേരെ ഡ്രിബിൾ ചെയ്താ ഷൂട്ട് ചെയ്ത്. ഡെൽപിയറോ, ഹവാർട്സിന് സെൻറ്റർ മിഡ്ഫീൽഡ് ആയിട്ടാണ്. സാധാരണ ഞാൻ ആ സെൻട്രൽ മിഡ്ഫീൽഡർ 2 ഹോൾ പ്ലെയേഴ്സിനെ വെച്ച് കളിക്കാറുള്ളത്. അതാകുമ്പോൾ ഇതേപോലത്തെ സിറ്റുവേഷൻ വരുമ്പോൾ അവന്മാരെ ഓടി ഇറങ്ങുകയും. ഹവാർട്സൊക്കെ ഇപ്പോൾ ഇത് അണ്ടത്തിരിക്കുകയെന്ന് തോന്നുന്നു. ഡെൽപിയറോ അല്ല, അണ്ടത്തൊന്നുമല്ല, പുള്ളി കൂടെ തന്നെ ഉണ്ട്. ഹവാർട്സാണ് ഇപ്പോൾ വന്ന് കണ്ടുപിടിച്ച്. ലൗട്ടാറോ നല്ല പാസ്സായിരുന്നു ഡെൽപിയറോടാ. ഡിഡ നല്ല ഗോൾ കീപ്പറാണ്. അത്യാവശ്യം എല്ലാവരും ഡിഡനെ വെച്ച് കളിക്കണ കാണാറുണ്ട്. അത് പറഞ്ഞപ്പോൾ തന്നെ ഡിഡയുടെ മിസ് പാസ് കൊള്ളാം. സാക്ക, മാർട്ടിനസ്, ഇതേത് ചൈന പ്ലെയറാ, കിമോട്ടോ, മെസ്സി, ലൗട്ടാറോ, മെസ്സി. ഇവന്മാരെന്ത് ഇങ്ങനെ കളിക്കുന്നത്? റോഡ്രി നമ്മുടെ എല്ലാ സ്കൂളിലും ഉണ്ടാവില്ല. റോഡ്രി നമ്മുടെ മെയിൻ കളിക്കാരനാണ്. പുള്ളിയുടെ റിയൽ ലൈഫിലും അങ്ങനെ തന്നെയാണ്. സിറ്റിയിൽ കിടന്ന് നല്ല കളിയാണ് കളിക്കുന്നത്. ഡിബ്രൂവിന് നല്ല ക്രിയേറ്റീവ് പ്ലേ മേക്കർ ആണെങ്കിൽ, പക്ഷേ അതിനൊക്കെ എഞ്ചിനായിട്ട് നിൽക്കുന്ന റോഡ്രി എല്ലായിടത്തും ഉണ്ടാവും. ലൗട്ടാറോ മെസ്സിക്ക് നല്ലൊരു അവസരം, പൊട്ടിച്ചാൽ മതി ഇവിടുന്ന്. ഡിഡ പന്തൊക്കെ മിസ്സാക്കുമെങ്കിലും ആവശ്യം, പക്ഷെ സേവിങ്ങിൽ പക്കയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഡിഡ. ഡെൽപിയറോ, മെസ്സി, ലൗട്ടാറോ, റോഡ്രി. ഗോൾ നല്ല ചാൻസായിരുന്നു. ഗോൾ സേവ് ചെയ്തു, പക്ഷെ റീബൗണ്ട് നമ്മുടെ ഉള്ളതിൽ തന്നെ കിട്ടി. അതാണ് റോഡ്രി എല്ലായിടത്തും വരുമെന്നേ. റോഡ്രി ഒരു സെറ്റപ്പ് കളിക്കാരനാണ്. ലൗട്ടാറോ പ്ലേയിങ് സ്റ്റൈൽ ആങ്കർമാനാണ്, അതുകൊണ്ടാണ് എല്ലായിടത്തും പുള്ളി എത്തുന്നത്. എല്ലായിടത്തും ആങ്കർ ചെയ്തിങ്ങനെ നിന്നോളും. നങ്കൂരം ആങ്കറിൻ്റെ അടുത്ത് നങ്കൂരമല്ലേ, നങ്കൂരം ഇട്ട് തന്നെ നിന്നോളും. പിന്നെ അലിസൺ ഉള്ള കാരണം നമ്മൾ രക്ഷപ്പെട്ടു പോണ്, ഭാഗ്യം. അലിസൺ ബക്കർ. നമ്മളിപ്പോൾ എക്സ്ചേഞ്ച് ചെയ്ത അക്കൗണ്ടിൽ മറ്റേ പെനാൽറ്റി അടിച്ച് കിട്ടണ ഗോളിയായിരുന്നു കൊബൈൽ. കൊള്ളായിരുന്നു, നല്ല ഗോളിയായിരുന്നു. അത് വലിയ ഹൈപ്പൊന്നും ഇല്ലാണ്ട് വന്നു തന്നെ നല്ല സെറ്റപ്പ് ഗോളിയായി. എൻ്റെ ഫസ്റ്റ് 11 മെയിൻ പുള്ളിക്കായിരുന്നു. ഡെൽപിയറോ നല്ല ചാൻസാണ്. ഡെൽപിയറോ പന്തിൻ്റെ പുറകെ കിടന്നോടി. അത് നല്ല പന്തായിരുന്നു. പ്ലേയിങ് സ്റ്റൈല്
ക്വിക്ക് കൗണ്ടർ ഇത്തിലൂടെ ഇതുള്ളൊരു ക്വിക്ക് കൗണ്ടർ ആയിരുന്നെങ്കിൽ ഇപ്പോൾ ആ പന്ത് കിട്ടിയേനെ. ഡിബ്രൂയിനെ പന്ത് മിസ്സായി. ചൈനീസ് പ്ലെയേഴ്സ് ഉള്ള 3 സ്റ്റാർ പ്ലെയർ, പക്ഷേ നല്ല കളി കളിക്കുന്നുണ്ട്. ഡെൽ പിയറോ, ഡിബ്രൂയിനെ നല്ല പാസിങ്. മെസ്സി ഡിബ്രൂയിനെ ലൗട്ടാറോ ഫേക്ക്. അടിച്ച് വെളിയിലും കളഞ്ഞ്. എന്നെ പറയാനെന്ന് പറയാം. സെക്കൻഡ് ഹാഫ് ടൈം ഫസ്റ്റ് ഹാഫ് ഡോമിനേറ്റ് ചെയ്തേക്കണം നമ്മൾ. അവനും ഉണ്ടായിരുന്നു, പക്ഷേ നമ്മൾ പുലിയെ പോലെ നിന്ന്. സെക്കൻഡ് ഹാഫിലോട്ട് നോക്കാം. അപ്പോൾ സെക്കൻഡ് ഹാഫ് തുടങ്ങുവാണ്. ഫസ്റ്റ് കിക്ക് നമുക്കാണ്. മെസ്സി നമുക്ക് സ്ഥിരമായിട്ട് ഇങ്ങനെ ഗോൾ അടിക്കാനായിട്ടൊരു പ്ലേയിങ് സ്റ്റൈലുണ്ട്. അതിൻ്റെ ട്യൂട്ടോറിയലിൽ ഞാനൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ട്, അത് കാണുമ്പോൾ മനസ്സിലാവും. എപ്പോഴും അങ്ങനെ അടിക്കാൻ പറ്റില്ല. ഹവാർഡ്സ്, ലൗട്ടാറോ ഇതാണ് ഇത്. ഈ കോച്ചിന് മറ്റേ ക്വിക്ക് കൗണ്ടർ നല്ല രീതിയിലുള്ള ഒരു 88 ഉള്ള ഒരു കോച്ചിന് കിട്ടിയ സെറ്റാണ്. ഹവാർഡ്സ്, മെസ്സി അത് ത്രൂ കൊടുത്താൽ മതിയായിരുന്നു. ഡെൽ പിയറോ, ഡിബ്രൂയിന്. ഇത് അർണോൾഡ് സാധാരണ ഈ സൈഡിലോട്ട് അർണോൾഡ് വരുന്നതാണ്. ഇതിനകത്തു കൂടെ പോയി അത് നാശിപ്പിച്ച്. മെസ്സിക്ക് കൊടുക്കേണ്ട വന്ന മെസ്സിക്ക് കിട്ടിയില്ല. മിസ് പാസ്. ബ്ലൈൻഡ്, ഡിബ്രൂയിനെ, ഡെൽ പിയറോ. മെസ്സി ഫസ്റ്റ് ടൈം ഇട്ടാണ്, എന്താണെന്നറിയാം, സ്ക്രിപ്റ്റിംഗ് ആണെന്ന്. ഡെൽ പിയറോ പക്ഷേ കറക്റ്റ് അറ്റാക്ക് വേണ്ടിയിട്ട് പൊസിഷന് വേണ്ടിയിട്ട്. മാർട്ടിനസിൻ്റെ ഒരു ഒന്നാമതൊരു ഷോട്ടായിരുന്നു. ഇത്തിലൂടെ സൈഡിലോട്ടായിരുന്നെങ്കിൽ ഇത് ഗോൾ. അങ്ങനെ ബ്ലൈൻഡ്, മെസ്സി, ഡെൽ പിയറോ, ഹവാർഡ്സ്. കുറേ മിസ്സുകൾ വരുത്തുന്നുണ്ട് ടീം. പൊസിഷന് കിമോട്ടോ 3 സ്റ്റാർ പ്ലെയർ, പക്ഷേ നല്ല കളി കളിക്കുന്നുണ്ട്. അതിനൊക്കെ വെച്ചിട്ട് നമ്മൾ ഡിവിഷൻ 3 വരെ എത്തി. കൊള്ളാം. ഡിവിഷൻ 2 വൈകണ്ടാവും. മെസ്സി ആ പൊസിഷനിലോട്ട് ഇടാൻ പറ്റിയില്ല. അവിടെ വന്നു വെക്കാൻ പറ. ഒപ്പം നല്ല പ്ലേയേഴ്സ് ഉണ്ട്. ഹാളണ്ട്, വിനി കൊള്ളാം. ഹവാർഡ്സ്, ഡെൽ പിയറോ നല്ല പാസ്. ലൗട്ടാറോ ഷൂട്ട് നാശിപ്പിച്ച്. ലൗട്ടാറോ പന്ത് മിസ്സാക്കി. ഡെൽ പിയറോ, ഡിബ്രൂയിനെ, മെസ്സി, ലൗട്ടാറോ, ഡെൽ പിയറോ. അകത്തോട്ട് കയറിയിരുന്നെങ്കിൽ സെറ്റായിരുന്നു. ഡിബ്രൂയിനെ, ഡെൽ പിയറോ, ബ്ലിറ്റ്സ്കർലർ. അതുകൊണ്ട് നശിപ്പിച്ച്. അതിങ്ങനെ വെളി പോയെന്ന് മാത്രം മനസ്സിലാവില്ല. പിന്നെയും സ്റ്റാർട്ടിങ് ഡിഡ, സാക്ക, ലൗട്ടാറോ, ഡിബ്രൂയിന്, ലൗട്ടാറോ കിട്ടിയില്ല, മിസ്. ബ്ലൈൻഡ്, സാക്കയുടെ കാലിൻ്റെ നീളം ഉപകാരപ്പെട്ട് ക്ലിയർ ചെയ്തു. അത് മിസ്സാക്കി. പിന്നെയും ഇവൻ്റെ കാലിൻ്റെ നീളം സാക്കയുടെ. ഇങ്ങനെയൊക്കെ ഉപകാരമുണ്ട് കേട്ടോ. ഒറ്റ ഗോളേ അടിച്ചിട്ടുള്ളൂ. സാക്ക ഒരു ഗോളൊക്കെ ഒന്ന് തൂങ്ങുക. ഹവാർഡ്സ്, ഡെൽ പിയറോ, കിമോട്ടോ. ചൈനീസ് ഡിഫൻഡറാണെങ്കിൽ ഹാളണ്ടിനെയൊക്കെ ഇടിച്ച് കീർത്തുന്നുണ്ട്. മെസ്സി പാസ് പോയില്ല. ഡെൽ പിയറോ, ഹവാർഡ്സ് വെട്ടിച്ചു. ഷോട്ട് അടിക്കാൻ പറ്റിയില്ല. നല്ല അവസരം. ഓപ്പോൻ്റെ ഡാൻസ് ആണെങ്കിലും അവസാനം തട്ടിമുട്ടി ഒരു ഗോളാക്കി. എന്നാലും കളി പോരാ. അത് കളിച്ച് ജയിക്കണ കളിയായിട്ട് തോന്നല്ലേ ഇത്. ഇടയ്ക്കൊരു കളി കളിച്ച നല്ലൊരു പാസിങ് ഗെയിം വന്നായിരുന്നു. മെസ്സി, അർണോൾഡ്, ഡിബ്രൂയിന് എന്ത് ചെയ്യണം. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഇത്തരം കൂടുതൽ വീഡിയോസിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ മറക്കാണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴത്തെ കമൻറ്റ് ബോക്സിൽ ഇടുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റ, ഗുഡ് ബൈ.